AR സാജു ഒരുങ്ങുന്നത്. ഞാൻ സാജു, ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്താണ്? ഗോവിന്ദച്ചാമിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ദൃക്സാക്ഷികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലുകളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയതായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വിവരങ്ങളും ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ തിരച്ചിൽ തുടരുന്നു. ഗോവിന്ദച്ചാമിക്കായി എല്ലാ തരത്തിലുള്ള തിരച്ചിലും കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ, സംസ്ഥാനത്തിന്റെ അതിർത്തികളിലൊക്കെ തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ഔദ്യോഗികമായി നമുക്ക് ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരം. ഗോവിന്ദച്ചാമിയെ കണ്ടു എന്നത് നാട്ടുകാർ നൽകിയിരിക്കുന്ന വിവരമാണ്. പോലീസിന് അക്കാര്യം സ്ഥിരീകരിച്ച് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഗോവിന്ദച്ചാമി ഓടിക്കയറി എന്ന് വിശ്വസിക്കുന്ന കണ്ണൂർ DCC ഓഫീസിന് അടുത്തുള്ള കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം ആകെ അരിച്ചു പറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുവഴി പുറത്തേക്ക് പോകുന്ന വഴികളിൽ എല്ലാം തന്നെ സുരക്ഷ വളരെ വേഗത്തിൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.